മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരം തന്നെയാണ്. നമുക്ക് എന്തായാലും ചായക്ക് വൈകുന്നേരത്തെ 4 മണി ചായക്ക് എന്തെങ്കിലും ഒരു ചെറിയ തോതിലൊരു പലഹാരം വേണമല്ലോ. അതിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. ഞാൻ ഇഡ്ഡലി മാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള ഇഡ്ഡലി മാവാണ്. രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ളത് നമ്മളൊക്കെ ഒഴിച്ച് വെക്കുമല്ലോ. അത് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്കെടുത്ത് ഉപയോഗിക്കാം. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത്. നല്ല രുചിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വേണം. നമ്മൾ ഇഡ്ഡലി മാവുന്ന് ഞാനൊരു 3 തവിയാണ് ഞാനത് മാറ്റണത്. കുറച്ച് നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം വേറെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. ഒരു 3 തവി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ റവയാണ്. ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ സാധാരണ ഇടിയപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതും ഒരു ടീസ്പൂണാണ് ചേർത്ത്. എല്ലാം ഞാൻ സമമായിട്ടാണ് ചേർക്കുന്നത്. വീണ്ടും ഞാൻ പുട്ടിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അങ്ങനെ 3 ടീസ്പൂണാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്തത്. ഇതിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇഡ്ഡലി മാവിൽ ഉപ്പുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ പൊടികൾക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് വെള്ളം ഒന്നും ചേർക്കരുത്. നമുക്കത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കുക. ഇപ്പോൾ ഒരു ഇതൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഒരു ഉള്ളി സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അതിൻ്റെ പകുതിയായിട്ട് കടുക്, ഒരു 2-3 പച്ചമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 2-3 തണ്ട് മല്ലിയില. ഇത്രയും സാധനങ്ങളും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നമ്മൾ എന്ത് എണ്ണയിലാണോ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതായാലും ടേസ്റ്റിന് നമുക്ക് അപ്പോഴേക്കപ്പോഴേ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എടുത്ത് വയ്ക്കാനുള്ള പലഹാരമൊന്നുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് എണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല. എടുത്ത് വെച്ചിട്ടുള്ള കടുക് ചേർത്തു. എണ്ണ ചൂടായ ശേഷം അത് നന്നായിട്ട് ഇനി പൊട്ടിയ ശേഷം നമുക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഉഴുന്നുപരിപ്പിനൊരു ബ്രൗൺ കളറാവണ വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ, കരിയരുത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉഴുന്നുപരിപ്പും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തു, കറിവേപ്പില, മല്ലിയില, ഉള്ളി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മളിപ്പോൾ വടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെയല്ലേ നമ്മൾ ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ എല്ലാം അരിഞ്ഞ് ചേർക്കല്ലേ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കുക. ഓരോ പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, കൂടുതലാവരുത്. നമ്മൾ ഓരോ സാധനം ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്കുള്ള ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് കറക്റ്റായിട്ട് വരും. അപ്പോൾ അത് നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതലും മൂക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും മൂത്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. ഒരു വിസ്ക് വെച്ചിട്ട് ഇളക്കി ചേർക്കുകയാണെങ്കിൽ നമുക്കിത് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടും. കൈ വെച്ച് ഇളക്കി കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചുവന്ന കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ലൈറ്റായിട്ട് കളറായിട്ട് കിട്ടണം. പിന്നെ ഇതിപ്പോൾ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് ഓപ്ഷണലാണ്. ഇത് നമ്മളടുത്ത് ഉണ്ടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലും ചേർത്ത് കൊടുത്താൽ, ചിലവർക്ക് ഈ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടാവില്ല. അതുകൊണ്ട് വീട്ടിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓപ്ഷണലാണ്. അതും ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, കൂടുതലാവരുത്.
ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതൊക്കെ പാടെ മിക്സാക്കി ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ മുന്നേയായിട്ട് ഞാനൊരു കാര്യം വിട്ടുപോയതാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിൽ. ഇനിയിപ്പോൾ അല്ല നമ്മൾ ആ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനത് വിട്ടുപോയിരുന്നു. ഞാനിപ്പോഴാണ് അതിനെപ്പറ്റി ഓർത്തത്. അതുകൊണ്ട് ഞാനിപ്പോഴാണ് കുരുമുളക് ചേർത്ത് കൊടുത്തത്. ഒരു 1/4 ടീസ്പൂൺ മതി, കൂടുതലൊന്നും വേണ്ട. ഇനി എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മുടെ കൈയൊന്ന് നനച്ചിട്ട് നമുക്കിതൊരു ബോളാക്കിയിട്ട് തന്നെ ഓരോ ഉണ്ടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിതിലേക്ക് പുട്ടുപൊടിയും അതുപോലെ റവയും ഒക്കെ ചേർത്തത് കൊണ്ട് ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നല്ല ടേസ്റ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പലഹാരം കഴിക്കാനായിട്ട്. ഇതിനി 2 സൈഡും നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നേരം ഇങ്ങനെ എണ്ണയിൽ കടന്ന ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഒരു ലൈറ്റ് കളർ കിട്ടിയത്. ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടതിൻ്റെയാണ് ഈ കളറ്. രണ്ട് സൈഡും ഒരു വിധപ്പം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയിട്ട് എടുക്കാം. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ എണ്ണയ്ക്കൊന്നും ചിലവില്ല. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് ഇത് വറുത്തെടുക്കുകയാണെങ്കിൽ ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നമേ ഇല്ല. നമുക്ക് സാധാരണ ഈ എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതൽ എണ്ണ കുടിക്കുന്നതാണ്. ഇതിനങ്ങനത്തെ ഒരു കാര്യം വരുന്നില്ല. ഇപ്പം ഞാൻ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. എല്ലാം ഇതുപോലെ തന്നെ ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ എല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ സോസായാലും ചട്നി ആയാലും സാമ്പാറായാലും ഒന്നും കുഴപ്പമില്ല. എല്ലാം നല്ല രുചിയാണ്. കണ്ടില്ലേ, ഉൾഭാഗമൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണിത്. സമയമുള്ളതിനനുസരിച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.